സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ 25 ലക്ഷം പേരെ കണ്ടെത്താനായില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. കണ്ടെത്താനാകാത്തവരുടെ പേരുകൾ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നും രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. അങ്ങനെയല്ല, ഇപ്പോൾ ഇതിലെ 2.78 ക്രോസ് ആൾക്കാർ നമ്മൾ ഫോം കൊടുത്തു, അതിൽ നമ്മൾ തിരിച്ചു വാങ്ങി. അതിൽ ഈ ലിസ്റ്റ് ഉണ്ടല്ലോ സാർ, 20 ലക്ഷം, ഇപ്പോൾ 25 ലക്ഷമായി. ഈ ആൾക്കാർ കൂടി ഉണ്ടല്ലോ, ഇതിൽ മരണപ്പെട്ടവരുണ്ട്, കണ്ടെത്താൻ സാധിക്കാത്തവരുണ്ട്. നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്തവർ നമ്മുടെ പട്ടികയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റൊരു ലിസ്റ്റിലുണ്ടാവും. പക്ഷേ എലിജിബിൾ ആയിട്ടുള്ള എങ്ങനെ വരും സാർ? നിലവിലുള്ള ഈ മരണപ്പെട്ടവരുടെ ഡീറ്റെയിൽസ് IT സിസ്റ്റം വഴി എല്ലാം ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ്സ് വന്നിട്ടുള്ളവരെല്ലാം ക്രോസ് ചെക്ക് ചെയ്തിട്ട് സൈൻ ചെയ്തിട്ട്, അത് പ്രീ പ്രിൻറ്റഡ് ഫോമാണ്, 2002 ലിസ്റ്റിലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിലും ജസ്റ്റ് സൈൻ ചെയ്ത് തന്നിട്ടുള്ള എല്ലാ ആൾക്കാരുടെ ലിസ്റ്റ് നമ്മൾ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശമാണ്. അതുപോലെ തന്നെ ഈ കാറ്റഗറിയിൽ പറഞ്ഞിട്ടുള്ള മരണപ്പെട്ടവർ, കണ്ടാത്ത ആൾക്കാർ, സ്ഥിരമായി താമസം മാറിയിട്ടുള്ളവർ, ഒന്നിൽ കൂടുതലുള്ളവർ, മറ്റുള്ളവർ, ഈ ഡീറ്റെയിൽസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യണമെന്നുള്ളത് ആ സമയത്ത് തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യണം. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻ 1 മാസമുണ്ട്, അവർക്ക് പബ്ലിഷ് ചെയ്യാം. അവർക്ക് ഫോം 7 വെച്ചിട്ട് അവർക്ക് ഒബ്ജക്റ്റ് ചെയ്യാം. അത് തന്നെയാണ് നമ്മുടെ റൂൾസ്, അത് തന്നെ ആയിരിക്കും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി സുലേഖ ചേരുകയാണ്. സുലേഖ, ഇപ്പോൾ രത്തൻ യു ഖേൽക്കർ പറയുന്നത് ഈ നടപടിക്രമങ്ങൾ, ഈ പരിശോധനയിൽ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഏതാണ്ട് 25 ലക്ഷം പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ? അടുത്ത നടപടി എന്താണ്? അങ്ങനെയുള്ള ആളുകളുടെ പേരുകൾ പ്രസിദ്ധീകരിക്കും എന്നാണോ അദ്ദേഹം പറയുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി രംഗത്ത് വന്നത്. അതിന് ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിരന്തര ആവശ്യത്തിന് പിന്നാലെ സമയം നീട്ടിവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലാണ് ഇത്തരത്തിൽ ഈ FIR നടപടികളുമായി ബന്ധപ്പെട്ട് 25 ലക്ഷം ആളുകളെ കണ്ടെത്താനുണ്ട് എന്നുള്ള കാര്യം ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചത്. വിവിധ വിഭാഗങ്ങളിലായി കണ്ടെത്താനുള്ളത് 25,112 പേരെയാണ്. അതിൽ മരണപ്പെട്ടവരുണ്ട്, അതുപോലെ തന്നെ കണ്ടെത്താൻ സാധിക്കാത്തവരുണ്ട്, സ്ഥിരമായി താമസം മാറിയ ആളുകളുണ്ട്, ഒപ്പം ഇരട്ട വോട്ടുള്ള ആളുകളും ഉണ്ട്. ഇതിൽ ഉള്ള കാറ്റഗറി, മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് മറ്റുള്ളവരാണ്. ഇതുവരെ ഈ മറ്റുള്ളവർ എന്ന് പറയുന്നത് ഏതെങ്കിലും വിധേയനെ കണ്ടെത്താൻ കഴിയാത്ത ആളുകളായിരുന്നു, അല്ലെങ്കിൽ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് നൽകാൻ കഴിയാത്ത ആളുകളായിരുന്നു ഈ മറ്റുള്ളവർ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് പ്രകാരം ഇത്തരത്തിൽ ഈ ഫോം നൽകാത്തവരല്ല, അത് കണ്ടെത്താൻ കഴിയാത്ത ആളുകളെ തന്നെയാണ് ഇത്തരത്തിൽ മറ്റുള്ളവർ എന്നുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ഡിസംബർ 6-നാണ് ഇതിനു മുൻപ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 20 ലക്ഷം ആളുകളായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഡിസംബർ 15 ആകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇതിൽ വലിയ വർധനമുണ്ടാകുന്നത്. ഇത് 25 ലക്ഷം ആളുകളെ കണ്ടെത്താനുണ്ട് എന്നുള്ള കാര്യം ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ അറിയിക്കുകയും ചെയ്തത്. ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറഞ്ഞത് ഡിജിറ്റലൈസേഷൻ പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് ഇതിൽ കണക്കുകളിൽ വ്യത്യാസം വരുന്നത്. നേരത്തെ പൂർത്തിയായ ഡിജിറ്റലൈസേഷൻ പ്രകാരം 20 ലക്ഷം ആളുകളായിരുന്നു കണ്ടെത്താനുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഡിജിറ്റലൈസേഷൻ വർദ്ധിക്കുകയും 25 ലക്ഷം ആളുകളെ കണ്ടെത്താനുണ്ട് എന്നുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നതാണ്. എന്തായാലും ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഇത്തരത്തിൽ കണ്ടെത്താനുള്ളവരുടെ പട്ടിക അത് പ്രസിദ്ധീകരിക്കും എന്നുള്ളത് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്ന കാര്യം. അത് രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ പട്ടിക നൽകും. അതിനുശേഷം എന്തെങ്കിലും ആക്ഷേപമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് ജില്ലാ കളക്ടർക്ക് നടത്തി തന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും. ഈ ആളുകളൊക്കെ തന്നെയും ഉൾപ്പെടുത്തുമെന്നുള്ള കാര്യവും ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇത്രയും ആളുകളെ കണ്ടെത്താനുണ്ട് എന്നുള്ളതിൽ വലിയ ആശങ്കയുണ്ട് എന്നുള്ളത് തന്നെയാണ് CPM പ്രതിനിധി MP ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. സുലേഖ ഇപ്പോൾ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിലാണ് ഈ കണക്കിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ അനുസരിച്ച് 25 ലക്ഷം പേരാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളിൽ ഇപ്പോൾ പുറത്തു നിൽക്കുന്നത് എന്നുള്ളതാണ്.